വിവാഹം കഴിഞ്ഞ നാൾ മുതൽ ആലപ്പുഴ പട്ടണക്കാട്ടെ ആരതി എന്ന യുവതി ഭയത്തോടെയാണ് ഭർത്തൃ വീട്ടിൽ കഴിഞ്ഞത്. മാനസികാസ്വാസ്ഥ്യമുള്ള ഭർത്താവ് ശ്യാംജിത്ത് ഇടയ്ക്ക് സമനില തെറ്റി ക്രൂരമായി മർദ്ദിക്കും. 2 മക്കളുടെ മുന്നിലിട്ട് പലതവണ വെട്ടിക്കൊലപ്പെടുത്താനും തീ കൊളുത്തിക്കൊല്ലാനും ശ്രമിച്ചിട്ടുണ്ട്. ബന്ധുക്കളുടെ നിർബന്ധത്തിന് വഴങ്ങി ആരതി സ്വന്തം വീട്ടിലേക്ക് പോയെങ്കിലും അവിടെയും അയാളുടെ ഭീഷണി. ഒടുവിൽ എല്ലാവരും ഭയപ്പെട്ടത് തന്നെ സംഭവിച്ചു. രാവിലെ സ്കൂട്ടറിൽ സഞ്ചരിക്കുകയായിരുന്ന യുവതിയെ തടഞ്ഞു നിർത്തി പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തി. ഗുരുതരമായി പരിക്കേറ്റ യുവതി ചികിത്സയിലിരിക്കെ മരിച്ചെന്ന വാർത്തയാണ് വൈകിട്ടോടെ പുറത്തു വന്നത്. ശ്യാംജിത്ത് ആദ്യം ആരതിയെ കൊലപ്പെടുത്താൻ ശ്രമിച്ചത് ഭർത്തൃവീട്ടിൽ വെച്ചാണ്. വെട്ടുകത്തിയുമായി കൊലവിളി മുഴക്കി ആരതിക്ക് പിന്നാലെ പാഞ്ഞ അയാളെ തടുത്തത് ശ്യാംജിത്തിന്റെ മാതാപിതാക്കൾ തന്നെയായിരുന്നു. രക്ഷകർത്താക്കൾ പറഞ്ഞതനുസരിച്ചാണ് ആരതി കുട്ടികളുമായി മാസങ്ങൾക്ക് മുമ്പ് വീട്ടിലേക്ക് മടങ്ങിയത്. ഇതിനിടയിൽ ശ്യാംജിത്ത് മാനസികാസ്വാസ്ഥ്യത്തിന് വണ്ടാനം മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടി. മടങ്ങിയെത്തി ആരതിയെയും മക്കളെയും കൂടെ കൊണ്ടുപോകണമെന്ന നിർബന്ധം പിടിച്ചെങ്കിലും വീട്ടുകാർ വിട്ടില്ല. ഇടയ്ക്കിടെ കൊലവിളി മുഴക്കാറുള്ള ഇയാൾ ആരതിയെ കൊലപ്പെടുത്താനായി പെട്രോളും കയ്യിൽ കരുതി ഇതിനു മുൻപും ഒരു ശ്രമം നടത്തി. ഇത് സംബന്ധിച്ച് ആരതി പട്ടണക്കാട് പോലീസിൽ കഴിഞ്ഞ 4-ന് പരാതി നൽകിയിരുന്നു. പോലീസ് ശ്യാംജിത്തിനെ അറസ്റ്റ് ചെയ്തെങ്കിലും കോടതി ജാമ്യവ്യവസ്ഥയിൽ വിട്ടയച്ചു. രാവിലെ 9:30-യോടെയാണ് കൊലപാതകത്തിലേക്ക് നയിച്ച ദാരുണ സംഭവമുണ്ടായത്. ചേർത്തല താലൂക്ക് ആശുപത്രിക്ക് സമീപം നടുറോഡിൽ വെച്ചാണ് ശ്യാംജിത്ത് ആരതിയെ പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തിയത്. സ്കൂട്ടറിൽ വരുമ്പോൾ ആശുപത്രിക്ക് പിറകുവശത്തുള്ള മോർച്ചറി റോഡിൽ തടഞ്ഞു നിർത്തി. ഇരുവരും തമ്മിൽ സംസാരിക്കുകയും തർക്കമുണ്ടാവുകയും ചെയ്തു. തുടർന്ന് കയ്യിൽ കരുതിയിരുന്ന പെട്രോൾ ശ്യാംജിത്ത് ആരതിയുടെ തലയിൽ ഒഴിച്ച് തീ കൊളുത്തുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. 90% പൊള്ളലേറ്റ ആരതി ചികിത്സയിലിരിക്കെ വൈകിട്ട് 3:30-യോടെയാണ് മരിച്ചത്. 60%-ലേറെ പൊള്ളലേറ്റ ശ്യാംജിത്ത് ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ചേർത്തല താലൂക്ക് ആശുപത്രിക്ക് സമീപത്തെ സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിലെ ജീവനക്കാരിയായിരുന്നു കൊല്ലപ്പെട്ട ആരതി. ഇരുവർക്കും 3-ഉം 7-ഉം വയസ്സുള്ള 2 കുട്ടികളുണ്ട്. ന്യൂസ് 18 ആലപ്പുഴ.